CPM സംസ്ഥാന സമ്മേളനത്തിൽ PP ദിവ്യയ്ക്ക് രൂക്ഷ വിമർശനം. ADMK നവീൻ ബാബുവിനെ വിമർശിച്ച PP ദിവ്യയുടെ നടപടി പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കി. പത്തനംതിട്ട, കോട്ടയം ജില്ലാ കമ്മിറ്റികളിലെ പ്രതിനിധികളാണ് വിമർശനം ഉന്നയിച്ചത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമാണത്. സമ്മേളനത്തിൽ ചർച്ചയാവുന്നത് എങ്ങനെ, വിമർശനം എങ്ങനെ അരുൺരാജ്? CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കൂടാതെ CPM-നെ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ് ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ. ആ നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രതിനിധി ചർച്ചയിൽ ഉയർന്നു വന്നത്. ഈ പ്രവർത്തന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ADM നവീൻ ബാബുവിനെതിരായ PP ദിവ്യയുടെ പരാമർശം അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കിയെന്ന ആരോപണം തന്നെ മുന്നോട്ട് വരുന്നത്. കോട്ടയം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് സംസാരിച്ചവരാണ് PP ദിവ്യയുടെ നടപടി തെറ്റായി പോയെന്നും അത് പാർട്ടിക്ക് സംസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരുന്നു എന്നും ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടി സ്റ്റേറ്റ് ലീഡർഷിപ്പ് എടുത്ത നിലപാടിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ പ്രതിനിധികൾ ചർച്ചയിൽ മുന്നോട്ട് വെച്ചു. എന്തായാലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ADM നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിന്നത് സംസ്ഥാനത്ത് ഉയർന്നു വന്ന മറ്റ് പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ള നിലപാടാണ് ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും ADM നവീൻ ബാബുവിന്റെ മരണം, ആത്മഹത്യ അത് ഈ സമ്മേളനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വിഷയം. അരുൺരാജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്. വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. പകരം ഗ്ലാസ് കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് നിർദ്ദേശം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിവാഹ സൽക്കാര പാർട്ടികളിലൊക്കെ വ്യാപകമായി നമ്മൾ കാണുന്നതാണ് ഈ പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ വിവാഹ സൽക്കാര പരിപാടികളിൽ മാത്രമല്ല പല പൊതുപരിപാടികളിലും സമാനമായ കാഴ്ച കാണാറുള്ളതാണ്. ഒരു നല്ല നിർദ്ദേശം എന്ന നിലയിൽ കോടതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ് ശ്രീകാന്ത്? ഈ വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്നും പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണം എന്ന് ഒരു സതുദ്ദേശപരമായ നിർദ്ദേശം കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുന്നു. പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാനാകും എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 100 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് ലൈസൻസ് വേണമെന്നും ഇത് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന് അധികാരമുണ്ടെന്നും സർക്കാർ പറയുന്നു. സൽക്കാര ചടങ്ങുകളിൽ 1/2 ലിറ്റർ വെള്ളക്കുപ്പികൾ ഉപയോഗിക്കുന്നതിന് നിരോധനമുണ്ടെന്നും നിലവിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ട്രാക്കുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സംഭവത്തിൽ റെയിൽവേക്ക് രൂക്ഷ വിമർശനം ഇന്നുണ്ടാവുകയും ചെയ്തു. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. ശ്രീകാന്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.